പാലക്കാടിന്റെ പടിഞ്ഞാറ് ഗ്രാമീണതയുടെ മാറുതൊട്ടുനില. നോക്കത്താ ദൂരത്തോളം നിവർന്നു കിടക്കുന്ന നെൽപ്പാടങ്ങൾ, കുന്നും കുളവും നിറഞ്ഞ ഭൂപ്രകൃതി. അതാണ് കൂടല്ലൂർ എന്ന ഗ്രാമം. ഇവിടുത്തെ ബാല്യകാലമാണ് എം ടിയുടെ രചനാശൈലിക്ക് കരുത്തായത്. കൺമുന്നിൽ കണ്ടുപറഞ്ഞ മുഖങ്ങൾ, മനസ്സിനെ സ്പർശിച്ച സംഭവങ്ങൾ, അവയെല്ലാം ആ തൂലികയിൽ നിന്നും മലയാളം വായിച്ചറിഞ്ഞു. മാടത്ത് തെക്കേപ്പാട്ട് വീട്, ഇതാണ് എം ടിയുടെ കുടുംബ വീട്. പുന്നിയൂർക്കുളം ടി നാരായണൻ നായരുടെയും അമ്മാളു അമ്മയുടെയും മകനായി 1933 ജനനം. നാലുകെട്ടായിരുന്ന വീട് 3 പതിറ്റാണ്ട് മുൻപാണ് പുതുക്കിയത്. സഹോദരൻ ഗോവിന്ദൻ നായരുടെ മക്കളാണ് ഇപ്പോൾ ഇവിടുത്തെ താമസക്കാർ. അവർക്ക് എം ടി സ്വന്തം ഉണ്ണിയേട്ടൻ. പിന്നെ അമ്മയാണ് കുറേ അതിന് വേണ്ട പ്രോത്സാഹനമൊക്കെ നൽകിയത്. അമ്മയ്ക്കും എഴുതാനുള്ള പ്രോത്സാഹനം നൽകിയത് ഉണ്ണിയേട്ടൻ്റെ ആ ഒരു കഴിവാണ്. ഞങ്ങൾ ഉണ്ണിയേട്ടൻ എന്നാണ് വിളിക്കാം. പിന്നെ എന്താ അറിയില്ല, അത് ജന്മനായുള്ള വാസനയായിരിക്കും. അല്ലാണ്ട് ഏട്ടന്മാരൊക്കെയും കുറേ എഴുതുകയൊക്കെ ചെയ്തിരുന്നു. എം ടിയുടെ മനസ്സിൽ ഇടം നേടിയ ഒട്ടേറെ സ്ഥലങ്ങളുണ്ട് കൂടല്ലൂരിൽ. ചെങ്ങെഴുതീർ പൂവിടരുന്ന മലവക്കാവ് ക്ഷേത്രം, മുത്തുവിളയും കുന്ന്, ഗുരുതി നടക്കുന്ന കൊടിക്കുന്ന് ഭഗവതി ക്ഷേത്രം എന്നിവ അവയിൽ ചിലത്. ബാലപാഠം പകർന്ന മലവക്കാവിലെ പള്ളിക്കൂടവും ബിരുദം സമ്മാനിച്ച വിക്ടോറിയ കോളേജും എം ടിയുടെ സാഹിത്യ ലോകത്തിന് കൈയയച്ച് സംഭാവന ചെയ്തു. അതിൽ നിറയുന്നതാകട്ടെ കൂടല്ലൂരിന്റെ ജീവനും ആത്മാവുമാണ്. ക്യാമറമാൻ അഭിലാഷ് ഓങ്ങല്ലൂരിനൊപ്പം CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.